ഹലോ ഗൈസ്, അപ്പം എന്റെ ഇവിടുത്തെ ക്രിസ്മസ് എങ്ങനെയായിരുന്നെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ പുൽക്കൂടൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എന്റെ വീട്ടിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പുൽക്കൂട് രാത്രി ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഉണ്ണീശു ഇല്ല, പക്ഷെ രാവിലെ വന്ന് വീഡിയോ എടുത്തപ്പോൾ ഉണ്ണീശുവിനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. 12 മണിയായപ്പോൾ പിന്നെ അനിയത്തി തിനയൊക്കെ കുറച്ച് കിളിപ്പിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് തിന കിളിച്ചു, കുറച്ചൊന്നും കിളിച്ചില്ല കേട്ടോ. അപ്പം എന്താന്ന് വെച്ചാൽ ക്രിസ്മസ് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞെങ്കിലും ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് വീഡിയോ അങ്ങ് ഇടാന്ന്. അപ്പൊ ക്രിസ്മസിന്റെ അന്ന് രാത്രി 12 മണിക്ക് കേക്ക് മുറിക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. അപ്പൊ രാവിലെയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്തത്. അങ്ങനെ ഞാൻ കേക്ക് കട്ട് ചെയ്ത് അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കേക്ക് കട്ട് ചെയ്ത സമയത്ത് ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കേക്ക് കട്ട് ചെയ്ത് തിന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് എന്റെ വീട്ടിലാണ് കേട്ടോ പോയത്. എന്റെ വീട്ടിൽ പോയിട്ട് ഫ്രൈഡ് റൈസും ചിക്കൻ കറി, സാലഡ്, പപ്പടം എല്ലാം കൂട്ടി ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ കൊട്ടിയത്ത് ഡ്രീംസ് മോളിൽ പോവാന്ന് വിചാരിച്ചു. അവിടെ ലുലു ഓപ്പൺ ആയിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ പോയി ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അവിടെ പോയപ്പോഴത്തേക്ക് ഒടുക്കത്തെ ആളായിരുന്നു. ഒട്ടും നിൽക്കാൻ പോലും സ്ഥലമില്ല, അത്രയ്ക്ക് ആളായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. വന്നത് തന്നെ അബദ്ധമായെന്ന് ലാസ്റ്റ് തോന്നിപ്പോയായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ കയറി, എന്തായാലും വന്നേല്ലെന്ന് വിചാരിച്ച് കയറി കുറച്ചൊക്കെ കറങ്ങി നടന്നു കേട്ടോ. അവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല എന്ന്. എന്നാൽ നമ്മൾ അവിടെ ഇവിടെയും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് സാധനങ്ങൾക്കൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. നട്ട്സിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ബേക്കറി സെക്ഷനിൽ പോയി കേക്കൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. കേക്കിന് നല്ല ഓഫർ ഉണ്ട്. മാത്രമല്ല കേക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ പുള്ളിച്ചിറ പള്ളിയിൽ പെരുന്നാൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും കടകളൊന്നും പോയിട്ടില്ല കേട്ടോ. കുറച്ചധികം കടകളൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ ലൈറ്റും കടയൊക്കെ കണ്ട് വീട്ടിൽ പോയിട്ട്